1500 rupees നെന്മീന്. മട്ടൺ ഇല്ലേ വില? ചെറുതി കുടമ്പളിയിട്ട് തകർത്തേക്കണം കേട്ടോ. കുറച്ച് വറക്കാൻ മാറ്റി വെച്ചേക്കാം. ആ പച്ചക്കുരുമുളക് അരച്ച് വറുത്ത സൂപ്പർ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ചേർത്ത് വെച്ച ഫിഷ് മോളിയില്ലേ, കപ്പ ഇരിപ്പുണ്ട്, അത് പുഴുങ്ങാൻ കൊള്ളത്തില്ല. ഇച്ചിരി ഇളന്താളിപ്പുണ്ട്, അത് കൊത്തി വേവിച്ചേക്കാം അല്ലേ വെച്ചേ? അയ്യോ ടപ്പിയൊക്കെ മീൻ കറി കൂടെ സൂപ്പർ ആയിരിക്കും. അനിമേ, എനിക്ക് ഗ്ലോബൽ മലയാളി അസോസിയേഷൻ സൂം മീറ്റിംഗ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. പിന്നീട് ഇന്ന് സ്റ്റേറ്റ്സിലേക്ക് കണ്ടെയ്നർ പോകേണ്ട ദിവസമാണ്. നീ മെയിലിലൊന്ന് ചെക്ക് ചെയ്യ്. ചെറുതി കറി കലക്കിക്കോ കേട്ടോ. അതെ, മോന്റെ കാര്യം ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്. പപ്പ എല്ലാം നോക്കിക്കോളും. പിന്നെ ഞാൻ മനഃപൂർവ്വം അല്ല കേട്ടോ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിർത്തുന്നേ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞു വന്നപ്പോ മുഴുവൻ പോത്തുപാടും ഒക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ മീനോട് ഇത്ര പ്രിയം? കഴിഞ്ഞ പ്രാവശ്യം വന്നേച്ചോ ഇപ്പൊ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നേ. കൊളസ്ട്രോൾ 300, ആൻജിയോഗ്രാം വരെ ചെയ്യേണ്ടി വന്നു. നീ മാസിക കഴിച്ചോണ്ടിരിക്കുവാണോ? മാസിക വായിക്കുന്നത് കേട്ടോ. ചേട്ടത്തിയുടെ മീൻകറി അടിപൊളിയാ. അതിന് ഉപ്പും മുളകൊന്നും പിടിക്കാൻ സമയമായിട്ടില്ലല്ലോ. നന്നായി പിടിച്ചിട്ടുണ്ട്. നീ എവിടെ പോവാ? എടാ വന്നിച്ചിട്ട് കപ്പയും മീനും കഴിച്ചു പോ. ചേട്ടത്തെ സ്നേഹത്തോടെ ഉണ്ടാക്കിയല്ലേ. അതിന് ഇപ്പോഴത്തെ പിള്ളേർക്ക് വല്ല ഇതിന്റെയൊക്കെ ടേസ്റ്റ് മനസ്സിലാവോ? കണ്ടില്ല എഴുന്നേറ്റ് വരുന്ന സമയം, മണി ഉച്ചയായി. ഫിഷ് ഫ്രൈ ഒന്ന് തരാവോ? താങ്ക്സ്. പപ്പ ഫിഷ് ഫ്രൈ വേണ്ട, ഓട്സ് കഴിക്ക്. ഒരു ക്യാരറ്റ് എടുത്തോട്ടെ. എന്നാണ് ടൗണിൽ പുതിയ TFC തുടങ്ങി, അവിടുന്ന് കേട്ടില്ലേ? ബർഗർ. നീയൊക്കെ അല്ല വേറെ വല്ലതും ഇത് കഴിക്കുവോ? എടി 2 റൊട്ടിക്കകത്തോട്ട് ചിക്കൻ പീസ് വെക്കും, എന്നിട്ട് അതിനകത്തോട്ട് ഈ സവോളയും തക്കാളിയും കൂടെ അരിഞ്ഞങ്ങോട്ട് തിരിക്കും. അത് മേടിച്ച് കഴിക്കാൻ ഇവനെ പോലുള്ള പൊട്ടന്മാരും സായിപ്പ്മാരുടെ ഒരു ബുദ്ധിയേ. സായിപ്പന്മാരുടെ ഇപ്പൊ ഒരു പുച്ഛം. അത് നമ്മുടെ ഈ നാടൻ ഫുഡ് തന്നെയാ ബെസ്റ്റ്. അതുകൊണ്ട് എൻ്റെ ഓട്സ്, അവരുടെ ഓട്സ് ബെസ്റ്റാ. പുതിയതാ, കൊറേയുണ്ട്. ഇത് കൊള്ളാല്ലേ? ഇത് കുറച്ചും കൂടെ കൊള്ളാം. ഇത് കണ്ടോ? നിനക്ക് ചളിറിയിലൊക്കെ നിർത്തിക്കൂടെ? പോടാ, നീ വലിയ ലൈബ്രറിയിൽ നീ പോടാ. ഈ സോ നമുക്ക് നോക്കിയാലോ? അത് പൊളിക്കും. നമുക്ക് ലഞ്ച് ബ്രേക്കിന് നോക്കിയാലോ? നിമ്മി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ പ്രവീണോട് മിണ്ടരുതെന്ന്. എടാ, അവനും നമ്മുടെ ബാച്ച് അല്ലേ, അവൻ വിളിച്ചാ ഞാൻ എങ്ങനെയാ പോകാതിരിക്കുന്നേ? പിന്നെ റംഷിയാണ് എന്റെ ഫ്രണ്ട് സോയുടെ ബ്രദറും. നിമ്മി ഇൻസ്റ്റേ പൊളിക്കുവാണല്ലോ. താങ്ക് യു ഡി. അവര് തള്ളിയതാടി. അല്ല, അവരുടെ നടപ്പത്ര ശരിയൊന്നല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തൽക്കാലം നീ അവരെ നടപ്പ് നന്നാക്കാൻ നിൽക്കണ്ട, ആദ്യം നീ ഒന്ന് നടന്നു കാണിക്കോ. എനിക്കെന്താടി ഒരു കുഴപ്പം? ഈ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് അല്ലേ ഞാൻ? പോരാത്തതിന് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, ക്യൂസ് ക്ലബ് ക്യാപ്റ്റൻ, മ്യൂസിക് ടീം ലീഡർ. അല്ലാതെ നിന്നെ പോലെ പഠിപ്പിച്ചു മാത്രമല്ല. ഈ പറഞ്ഞ മ്യൂസിക് ടീമേ ഈ നിമ്മി ജോർജ് കുളത്തുങ്കൽ ഉള്ളതുകൊണ്ട് മാത്രം നടന്നു പോകുന്ന, അത് മനസ്സിലാക്കിയാ കൊള്ളാം. ഓ ശരി ചിത്ര ചേച്ചി. അതെ, നാളെ പള്ളിയിൽ നേരത്തെ എത്തിയേക്കണം. കൊയർ പ്രാക്ടീസ് അങ്ങനെ ലേറ്റ് ആയാലേ പുത്തൻ കടുപ്പിൽ വെച്ചെന്നെ നല്ല കടുപ്പത്തി കിട്ടും. കുർബാനയുടെ ഇടയ്ക്കിരുന്ന് ഉറങ്ങരുത് കേട്ടോ. നീ ഇടയ്ക്കിടയ്ക്ക് ഇവനെ നോക്കിയോണേ. ഞാൻ ഓൾറെഡി കുറച്ച് സാധനം കാർട്ടിലെടുത്തിട്ടുണ്ട്. എന്നാ മിക്കവാറും നിന്റെ ഡാഡി മേടിപ്പിച്ചതാ. പുള്ളിയെ പേടിച്ച് ഡെലിവറിക്ക് പോലും ആരും അങ്ങോട്ട് വരത്തില്ലല്ലോ. അതെങ്ങനെയാ? നമ്മൾ ഇവരോടൊക്കെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാ അവർക്ക് കിട്ടാത്തതിന്റെ പഴയ കഥയും പറഞ്ഞു. നമ്മളാണ് ക്രോക്സ് മേടിച്ചാൽ പറയുമ്പോ പണ്ട് അവർക്ക് ലൂണാർ കിട്ടാത്തതിന്റെ വിഷമം എപ്പോഴും. ഞാൻ വിചാരിച്ചു എന്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ, പക്ഷെ പേരൻസ് എല്ലാം ഒരുപോലെടാ. ഇവർക്ക് കിട്ടാത്തതിനെ നമ്മൾ തന്നെ എടുക്കാനാ? എടാ പിള്ളേരെ, എന്നാടാ നിങ്ങളെ കാരണവന്മാർക്കൊക്കെ ഒരു കുഴപ്പം? അയ്യോ, വിശ്രമിച്ച് കേട്ടു. അതെ, അവർ റബ്ബർ ചെരുപ്പിട്ട് നടന്നോണ്ടാ നിങ്ങളൊക്കെ ഇന്ന് നല്ല വില കൂടി ചെരുപ്പിട്ട് നടക്കുന്നേ. അയ്യോ അമ്മച്ചി അമ്മച്ചി, നമുക്ക് ഈ വഴി പോവാം. അവര് പലയിടത്തും യാത്ര ചെയ്യാത്തോണ്ടാ നിങ്ങൾ ഈ ലോകത്തിന്റെ അറ്റം വരെ യാത്ര ചെയ്യുന്നത്. കാരണവന്മാർ എന്നെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വല്യമ്മച്ചി
പിള്ളേരെടുത്തിട്ടിരിക്കുന്നതിന് മുമ്പ് പോരെ ശരി എന്നാ പോ